ഹലോ കൂട്ടുകാരെ, അപ്പം ഞങ്ങൾക്കിടയിൽ കുഞ്ഞൊരു സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ കുഞ്ഞൊരാഗ്രഹ സഫലീകരണമാണിത്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, എനിക്കൊരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്നത് ഡെലിവറി ആവുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാം റെഡിയായി, എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ വാപ്പിയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാപ്പിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വാപ്പിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഷോറൂമിലേക്ക് പോയി. അപ്പോൾ അവർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ വണ്ടിയുടെ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം കുട്ടി ജൂപ്പിറ്റർ. അപ്പോൾ ആദ്യം എൻഡോർക്ക് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നീട് എൻ്റെ ഇഷ്ടത്തിനത് മാറ്റിയിട്ട് ജൂപ്പിറ്റർ ആക്കി. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടായ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ സ്വന്തമായിട്ടൊരു സംഭവം നമ്മുടെ കയ്യിലെത്തുക, അതൊരു വാഹനം നമ്മൾ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. ഇത്രയും ഹാപ്പിനെസ് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കൊണ്ട് ഇത് എടുക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ഇടും. പക്ഷേ എന്തെങ്കിലും ഒഴിവുകേടുകൾ വന്നിട്ട് അതെടുക്കാൻ പറ്റാതാവുമായിരുന്നു. പക്ഷേ ഇന്നത് സഫലീകരിച്ചതിൻ്റെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കായംകുളം TVSൻ്റെ ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. പക്ഷേ നല്ല സർവീസിങ്ങും കസ്റ്റമർ കെയറിങ്ങും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തലൈവായിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വേറെ എങ്ങോട്ടേക്കുമല്ല പോകുന്നത്, വീടിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുട്ടികൾക്കൊക്കെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അയലത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴി ആദൂനെയും അയിനൂനെയും ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ലായിരുന്നു ഇത് പുതിയ വണ്ടിയാണെന്നൊന്നും. വീട്ടിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ 4 പേരും ചേർന്നുള്ള ഞങ്ങളുടെ തലൈവായുമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ്. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല എന്നുള്ള പരാതി വേണ്ട, കാരണം വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് വെക്കാഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാലം കൊണ്ട് ഏന്തി വലിഞ്ഞൊക്കെ നമ്മുടെ നാസി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. എല്ലാവരും നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. എന്തോ വല്ലാണ്ടൊരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു സന്തോഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.